ഞാൻ പലതവണ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചൊരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതിന് ശേഷം നമ്മളിൽ പലരും പല രീതിയിലുള്ള ബഗ്ഗുകൾ ഫേസ് ചെയ്യാറുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ക്ലീഷയായിട്ട് തോന്നിയേക്കാം. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിരവധി പ്രോബ്ലത്തിനുള്ള ചില സൊല്യൂഷൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീക്ക്ലി ആഴ്ചയിൽ ചെയ്യുവാണെങ്കിൽ അതിന് കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പെർഫോമൻസ്, ലാഗ്, ഗ്ലിച്ച്, ഡിവൈസ് സ്റ്റക്കായി നിൽക്കുന്നു, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന് ചോദിച്ചാൽ ഇത് വളരെ കാര്യമുള്ള കാര്യമാണ്. ഈ റീസ്റ്റാർട്ട് തന്നെ പലതരത്തിലുണ്ട്. അതായത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. പല തരത്തിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ റിസൾട്ട് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇതിലെ നോർമൽ റീസ്റ്റാർട്ട് സിറിയോട് പറഞ്ഞാൽ മതി, സിറി തന്നെ ചെയ്തുതരും. റീസ്റ്റാർട്ട് മൈ ഐഫോൺ. ഇവിടെ പ്രോംപ്റ്റ് വന്നു. നമ്മൾ ആ ഒരു വാക്കങ്ങ് പറഞ്ഞാൽ ഫോൺ റീസ്റ്റാർട്ട് ആവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൺട്രോൾ സെൻറ്ററിൽ പോവുക, കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്കൊരു റീസ്റ്റാർട്ട് അല്ല, അത് ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു ബട്ടണാണ്. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് റീസ്റ്റാർട്ടും ഷട്ട് ഡൗണും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ റീബൂട്ട് ചെയ്യുക. 2, നിങ്ങളുടെ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ക്യാമറ ക്വാളിറ്റി അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യാം. അത് റീസ്റ്റാർട്ട് ചെയ്യാൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിവൈസിൻ്റെ സൈഡിലുള്ള വോളിയം വോക്കേഴ്സ് ആണ്. ജസ്റ്റ് ഇത് രണ്ടും പ്രസ് ചെയ്യുക. ദെൻ പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്ലൈഡ് ടു പവർ ഓഫ് ചെയ്ത് ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലെ മൂന്നാമത്തെ സിനാറിയോ എന്ന് പറയുന്നത് ഡിവൈസ് കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്, ഫ്രീസാണ്. അതായത് സ്ക്രീൻ ടച്ചബിൾ അല്ല, ടച്ച് റെസ്പോൺസ് ചെയ്യുന്നില്ല, ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നില്ല, കംപ്ലീറ്റ്ലി അങ്ങ് ഫ്രീസായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഹാർഡ് റീബൂട്ടാണ് ചെയ്യുന്നത്. കാരണം ടച്ച് ഒന്നും വർക്കാകാത്തതുകൊണ്ട് തന്നെ. സോ അതിനുവേണ്ടി നമ്മൾ വോളിയം റോക്കേഴ്സ് വീണ്ടും ജസ്റ്റ് പ്രസ് ചെയ്യുക രണ്ടും. അതിനുശേഷം വീണ്ടും പവർ ബട്ടണിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പക്ഷേ ഈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ കൈ അവിടെ നിന്ന് റിലീസേ ചെയ്യാതെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഡിവൈസ് ഷട്ട് ഡൗൺ ആയി. ഇനി അത് ഓട്ടോമാറ്റിക്കലി ഞാനൊന്നും ചെയ്തിട്ടില്ല, ഡിവൈസ് ഷട്ട് ഡൗൺ ആയി, ഓട്ടോമാറ്റിക്കലി ആപ്പിൾ ലോഗോ ഓപ്പൺ ആയി വന്ന് അത് റീസ്റ്റാർട്ടായി വരുന്നതായിരിക്കും. അപ്പോൾ നിസ്സാരം ഒരു റീസ്റ്റാർട്ട് കൊണ്ട് ഈ പറഞ്ഞ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാകും. പല ബഗ്ഗുകൾ, ഗ്ലിച്ചുകൾ, ഇതുപോലുള്ള പല ഇഷ്യൂസിനെയും നമുക്ക് ഒരൊറ്റ റീസ്റ്റാർട്ട് കൊണ്ട് ഈ ചെറിയ കാര്യം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴും പല യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ക്യാമറ എടുക്കുന്ന ഫോട്ടോയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല, ഭയങ്കരധികം നോയ്സ് വരുന്നു. ഇതൊക്കെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമാണ്. അതായത് ഫോട്ടോ എടുത്ത് ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നതിലുണ്ടാകുന്ന ഗ്ലിച്ചുകൾ അല്ലെങ്കിൽ ബഗ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും. പെർഫോമൻസിലുണ്ടാകുന്ന ഇമ്പാക്റ്റുകളെയും നമുക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ഇവിടെ പെർഫോമൻസ് ആൻഡ് ബാറ്ററിയുടെ കാര്യം പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബാറ്ററി ഹെൽത്ത്. പ്രത്യേകിച്ച് ഓൾഡർ ജനറേഷൻ ഡിവൈസുകളിൽ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ബാറ്ററി ഓപ്ഷനിൽ പോയിട്ട് അവിടെ ബാറ്ററി ഹെൽത്ത് എത്രയാണെന്ന് വെരിഫൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാം iPhone 15 Pro ആണ്, അതിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 86% ആണ്. ഇവിടെ ബാറ്ററി ഹെൽത്തിന് എന്താണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് കാര്യം, അല്ലെങ്കിൽ പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സെറ്റിങ്സിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഹെൽത്ത് ലോവർ ആകുന്നതനുസരിച്ച് അത് ഡിവൈസിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അതൊന്ന്. 2, ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആകുന്ന ഇഷ്യൂസൊക്കെ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുക. കമ്പനി പറയുന്നത്, ആപ്പിൾ പറയുന്നത് 80% ഒക്കെ ആകുമ്പം താഴേക്ക് പോകുമ്പം നിങ്ങൾ ബാറ്ററി റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 75% വരെയൊക്കെ നമുക്ക് ഡിവൈസ് ബാറ്ററി ഹെൽത്ത് വെച്ച് യൂസ് ചെയ്യാം. ഇനി ഐഫോണിൻ്റെ ബാറ്ററി എവിടെ റീപ്ലേസ് ചെയ്യണം, എങ്ങനെ റീപ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ, ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് കാണുക. നിരവധി വീഡിയോസ് ബാറ്ററി ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിൻ്റെ പെർഫോമൻസിനെ എങ്ങനെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള സകല വീഡിയോസും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഔട്ട് ചെയ്യുക. ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യം, ഇത് നിങ്ങൾ മന്ത്ലിയോ വീക്ക്ലിയോ ഒന്നും ചെയ്യേണ്ട. ഇത് ഇവഞ്ച്വലിയാണ്, സംഭവം നടക്കുമ്പം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതിലെ ഏറ്റവും ആദ്യത്തേത് പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഐഫോണിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ആപ്പിൾ ID ഉണ്ടല്ലോ, അതിൻ്റെ പാസ്വേഡ് അങ്ങ് മറന്നുപോയി കഴിഞ്ഞാൽ എങ്ങനെ അത് പരിഹരിക്കാൻ സാധിക്കും? അതിന് ഈസി ആയിട്ട് എളുപ്പത്തിലൊരു മാർഗ്ഗമുണ്ട്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, ഏറ്റവും ആദ്യമുള്ള നമ്മുടെ അക്കൗണ്ട് സെറ്റിങ്സിലേക്ക് പോവുക. അതാണ് അക്കൗണ്ട് സെറ്റിങ്സ്, അതിൽ ടാപ്പ് ചെയ്യുക. അതിലെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സൈൻ ഇൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ അതും ഓപ്പൺ ചെയ്യുക. ചേഞ്ച് പാസ്കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ IDയുടെ പാസ്വേഡ് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്കോഡ് മാത്രം എൻ്റർ ചെയ്താൽ മതി. പഴയ പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും എൻ്റർ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഫോണിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുക, പുതിയ ആപ്പിൾ IDയുടെ പാസ്വേഡ് അങ്ങ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ മറന്നുപോയിട്ടുള്ള ആപ്പിൾ ID ഈസി ആയിട്ടും സിമ്പിളായിട്ടും റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു പാസ്വേഡ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത്, ഒരു കുഴപ്പമില്ലായിരുന്ന ഫോൺ അപ്ഡേറ്റ് ചെയ്ത് കുറേ ദിവസങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു.
പക്ഷേ യൂസ് ചെയ്തുകൊണ്ടിരുന്നു, ഡിവൈസ് ലോക്കാക്കി വെച്ചിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പം ഒരു റീസ്റ്റാർട്ടോ ഒന്നും ചെയ്തിട്ടില്ല, ഫേസ് ഐ ഡി വർക്കാകുന്നില്ല. ഫേസ് ഐ ഡി ഞാൻ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കി, പാസ്വേഡ് എൻ്റർ ചെയ്ത് വീണ്ടും ലോക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി, അപ്പോഴെല്ലാം ഫേസ് ഐ ഡി ഫെയിൽ ആകുവാണ്. ആദ്യം കരുതിയത് ഹാർഡ്വെയർ ലെവൽ ഇഷ്യൂ ആണ് എന്നുള്ളതാണ്. പക്ഷേ ഹാർഡ്വെയർ ലെവൽ ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റിങ്സിൽ തന്നെ നമ്മൾ താഴത്തേക്ക് പോകുമ്പം പാസ്വേഡ് ആൻഡ് ഫേസ് ഐ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ടാപ്പ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഫേസ് ഐ ഡി ഈസ് ഡിസേബിൾഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി നമുക്ക് ഫേസ് ഐ ഡി ഡിസേബിൾഡ് ആണ് എന്നറിയാൻ മറ്റൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിലെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ, സെൽഫി ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് പോർട്രേറ്റ് മോഡ് നിങ്ങൾ എനേബിൾ ചെയ്യുക. പോർട്രേറ്റ് മോഡ്, ഈ പോർട്രേറ്റ് മോഡ് വർക്കാകാൻ നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ആവും. നമ്മൾ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആകും. ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആകുന്നത് ഈ ഫ്രണ്ടിൽ നമ്മളുടെ ഈ ഡൈനാമിക് ഐലൻഡ് അല്ലെങ്കിൽ ആ ഫേസ് ഐ ഡിയുടെ അവിടെ 2-3 സെൻസേഴ്സ് ഉണ്ട്. ഒന്ന് ഡോട്ട് പ്രൊജക്ടർ, 2 ഫ്ലഡ് എലിമിനേറ്റർ, അതുപോലെ തന്നെ ഒപ്പം ട്രൂ ഡെപ്ത് സെൻസർ. ഈ 3 സെൻസേഴ്സ് കൂടുന്നതാണ് നമ്മളുടെ ഫേസ് ഐ ഡി എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സെൻസറിന് ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് പോർട്രേറ്റ് മോഡ് പ്രോപ്പറായിട്ട് വർക്ക് ആകത്തില്ല. സോ പോർട്രേറ്റ് സെൽഫി മോഡ് എനേബിൾ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് നോക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആകുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനും അത് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. സോ ഹാർഡ്വെയർ കംപ്ലയിൻ്റ് അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഞാനത് ഫേസ് ഐ ഡിയുടെ ഓപ്ഷൻ എടുത്ത് ഫേസ് ഐ ഡി അങ്ങ് റീസെറ്റ് ചെയ്തു, വീണ്ടും ഫേസ് ഐ ഡി ആഡ് ചെയ്തു, ഒരു കുഴപ്പമില്ല, ഇപ്പം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. 2, നമ്മളുടെ ഐഫോണിൻ്റെ ഡയഗ്നോസ്. ഇത് നിങ്ങൾ ഇവഞ്ച്വലി എങ്കിലും ചെയ്യുന്നത് അല്ലെങ്കിൽ വല്ലപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. ഈ ഡയഗ്നോസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതങ്ങനെ ആരും ചുമ്മാ പോയി ഡയഗ്നോസ് ചെയ്യാറില്ല, കാരണം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ സർവീസ് സെൻറ്ററിൽ ചെയ്യുന്ന അതേ ഡയഗ്നോസ്, എനിക്കൊന്ന് സർവീസ് സെൻറ്ററിൽ ഏകദേശം 1000-2000 രൂപയും കണ്ടാണ് ഒരു പ്രാവശ്യം നമ്മളെ ഡിവൈസ് ഒന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന്. ഈ സെയിം പരിപാടി ഫ്രീ ആയിട്ട് ആപ്പിൾ ചെയ്തു തരും. അതിന് നമ്മൾ നിസ്സാരമായിട്ട് ഇതിൽ സപ്പോർട്ട് ആപ്പ്, ആപ്പിളിൻ്റെ സപ്പോർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് സപ്പോർട്ട് ആപ്പ്. അതിൽ കയറിയിട്ട് നിങ്ങൾ ആപ്പിൾ സപ്പോർട്ട് ആ ഒരു സർവീസ് ടീമുമായിട്ട് സംസാരിക്കുക. ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിലുണ്ട്. ചാറ്റ് ചെയ്യുമ്പോൾ അവരോട് കാര്യം പറയുക, എൻ്റെ ഫോണൊന്ന് ഡയഗ്നോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കംപ്ലയിൻറ്റുകൾ എനിക്ക് തോന്നുന്നുണ്ട്, ഡയഗ്നോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ആപ്പിൾ ഡയഗ്നോസ് ചെയ്യും. സോ ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ പോയി ക്യാഷ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഈ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. 3, ബാറ്ററി ടെസ്റ്റിംഗ്. ഇതേ ആപ്ലിക്കേഷൻ, അതായത് ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ബാറ്ററിയും ഇതിനകത്ത് ബിൽറ്റിനായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ അതിൻ്റെ പഴയ ഫോണിൽ കാണിച്ചു തരാം. 15 Proയിൽ ഇതിൽ സപ്പോർട്ട് ആപ്പ് ഓപ്പൺ ചെയ്തു, ഞാൻ ഫോൺ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം കാണുന്ന ആ ഡാമേജ് റിപ്പയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ഓപ്ഷൻ, അതിൽ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ തന്നെ നമുക്കിവിടെ ബാറ്ററി സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലങ്ങ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബിൽറ്റിനായിട്ട് ഇതിൽ തന്നെ വരും. സോ ഇതാണ് ചെക്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ചെക്ക് നൗ കൊടുക്കുക. ഇവിടെ 86% നമ്മൾ മുമ്പേയും ചെക്ക് ചെയ്ത പോലെ തന്നെ കൃത്യം പ്രോപ്പറായിട്ടുള്ള ബാറ്ററി ടെസ്റ്റ് നടത്തി നമുക്ക് അതിൻ്റെ റിസൾട്ട് തരുന്നതായിരിക്കും. സോ അങ്ങനെയും നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിലെ 4ാമത്തെ കാര്യം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് പലരും ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും, പക്ഷേ ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോകും. അതുകൊണ്ട് കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് വരും. പല ബഗ്ഗുകൾ, വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് പ്രോപ്പറായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ പ്ലേ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല, എക്സിറ്റ് ആകുമ്പോൾ സൗണ്ട് വരുന്നു, നോട്ടിഫിക്കേഷൻസ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പം ക്രാഷ് ആയി പോകുന്നു. ഇങ്ങനെയുള്ള ബഗ്ഗുകൾ അല്ലെങ്കിൽ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. ഇതും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ബേസിക്കാണ്. ഏത് കൊച്ചു കുഞ്ഞിനും സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കേൾക്കുമ്പോൾ ചിലപ്പം തോന്നിയേക്കാം ഇതൊക്കെ വലിയ സംഭവമാണോ എന്നുള്ളത്, പക്ഷേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ കാര്യമാണ്, പക്ഷേ നമ്മൾ ഒഴിവാക്കി അങ്ങ് വിടുമ്പം അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വിടുമ്പം അത് പിന്നീട് നമുക്ക് പല പ്രോബ്ലംസും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം. സോ അത് പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓരോ മെത്തേഡ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ, പീസ്.